ഹായ് ഓൾ, വെൽക്കം ടു ദിസ് സെഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇൻ അവർ പ്രീവിയസ് സെഷൻ വി ഹാവ് ലേൺഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെനർ ഡയോഡ്, ഇസ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും നല്ല രീതിയിൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെനർ ഡയോഡിനെ ഉപയോഗിക്കാൻ പറ്റും. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് സെനർ ഡയോഡ് ആസ് വോൾട്ടേജ് റെഗുലേറ്റർ. സെനർ ഡയോഡിനെ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതാണ് നമ്മുടെ ഒരു അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ്, നമ്മൾ സോഴ്സ് വോൾട്ടേജ് കൊടുക്കുന്നത്. ഇതാണ് നിങ്ങളുടെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. ഇത് സെനറിൽ കൂടി കൂടുതൽ കറണ്ട് ഒഴുകാതെ സംരക്ഷിക്കാനാണ് നമ്മൾ ഈ റെസിസ്റ്റർ കൊടുക്കുന്നത്. ആൻഡ് ദെൻ യു ക്യാൻ സീ സെനർ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് മോഡ്. അപ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമായിട്ടായിരിക്കും വരുന്നത് സപ്ലൈ വോൾട്ടേജിൻ്റെ. സോ സെനർ ഡയോഡ് എന്തിലാണ്, റിവേഴ്സ് ബയാസ്ഡ് മോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ യു ഹാവ് എ ലോഡ് റെസിസ്റ്റർ. ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത്, ഈ ലോഡ് റെസിസ്റ്ററിൽ കൂടി കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏതൊക്കെ കണ്ടീഷൻസ് അത് വയലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഈ RLന് അക്രോസ് ആയിട്ട് വോൾട്ടേജിന് ഫ്ലക്ച്വേഷൻസ് വരാം. അപ്പോൾ ആ രണ്ട് സന്ദർഭങ്ങളാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, there is a variation of input supply voltage. There is a variation of input supply voltage. അതായത് നിങ്ങൾ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഈ RLന് അക്രോസ് ആയിട്ട് ഒരു വേരിയേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് നിങ്ങൾ ആദ്യം സോഴ്സ് വോൾട്ടേജ് ഒരു 10 വോൾട്ടേജ് കൊടുത്തു, നിങ്ങൾക്ക് വോൾട്ടേജ് RLന് അക്രോസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കൊരു 8 വോൾട്ടേജ് കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, 8 വോൾട്ടേജിൻ്റെ സെനർ ഡയോഡ് ഇവിടെ കൊടുത്തു കാണും. അപ്പോൾ ആ വോൾട്ടേജ് ആയിരിക്കും ആർക്ക് കിട്ടുന്നത്, RLന് കിട്ടുന്നത്. അപ്പോൾ ഫ്ലക്ച്വേഷൻസ് എപ്പോഴൊക്കെ വരാമെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ 10 വോൾട്ടേജ് സോഴ്സ് കൊടുത്തു, നിങ്ങൾക്ക് എന്ത് ചെയ്തു, RLന് അക്രോസ് ആയിട്ട് 8 വോൾട്ടേജ് കിട്ടി. നിങ്ങൾ 10നെ 15 വോൾട്ടേജ് ആയിട്ട് മാറ്റി. അപ്പോഴും നമുക്ക് എന്ത് വേണം, RLന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വരാൻ പാടുള്ളൂ, 8 വോൾട്ടേജ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്. എപ്പോഴാണ് സോഴ്സ് വോൾട്ടേജിന് ചേഞ്ച് വരുന്നത്, അപ്പോൾ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, RLന് അക്രോസ് ആയിട്ട് ഒരു വേരിയേഷൻ എക്സ്പെക്ട് ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്താണ്, when there is variation in load current due to change in load resistance. അതായത് RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ യു ക്യാൻ എക്സ്പെക്ട് എ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആദ്യം നിങ്ങൾ RL 1 കിലോ ഓം ആണ് കൊടുത്തെന്നിരിക്കുക, ആ 1 കിലോ ഓമിന് നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി, 8 വോൾട്ടേജ് കിട്ടി. RL 2 കിലോ ഓം ആയെന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടണം, 8 വോൾട്ടേജ് കിട്ടണം. RL 500 ഓം ആയെന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടണം, 8 വോൾട്ടേജ് കിട്ടണം. അതായത് ലോഡ് റെസിസ്റ്റൻസിന് എന്ത് വേരിയേഷൻ വന്നാലും നമുക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണം. സോ ദീസ് ആർ ദി 2 കണ്ടീഷൻസ് വി നീഡ് ടു കൺസിഡർ. ഒന്ന്, RLന് അക്രോസ് ആയിട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടണം എപ്പോൾ, വെൻ there is a variation in input supply voltage. സപ്ലൈ വോൾട്ടേജിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ RLന് അക്രോസ് ആയിട്ട് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് കിട്ടണം. അതെങ്ങനെ, സെനർ ഡയോഡ് അങ്ങനെ അതിന് ആ ഒരു രീതിയിലേക്ക് കിട്ടാൻ വേണ്ടി സെനർ ഡയോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. രണ്ടാമത്, RLന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ, ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് RLന് അക്രോസ് ആയിട്ട് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഇത് രണ്ട് കേസിലും അവിടെ സെനർ ഡയോഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ സെനർ ഡയോഡ് എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു എസ്സേ, സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. സോ വി നീഡ് ടു കൺസിഡർ ദീസ് 2 conditions. When there is a variation of input supply voltage, when there is a variation in load current due to change in load resistance. നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, when there is a variation of input supply voltage. ഇൻപുട്ട് വോൾട്ടേജിന് വേരിയേഷൻ വരുമ്പോൾ എങ്ങനെയാണ് സെനർ ഡയോഡ് ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത്, സോഴ്സ് വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് RL കിട്ടുന്നു. ഇൻ ദിസ് കണ്ടീഷൻ ഹൗ സെനർ ഡയോഡ് ആക്ട് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്.
ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ദിസ് ഇസ് ദ സോഴ്സ് വോൾട്ടേജ്. ഈ ആരോ സിമ്പിൾ കാണിച്ചിരിക്കുന്നത്, സെല്ല് ഇട്ടിട്ട് ആരോ സിമ്പിൾ കാണിച്ചിരിക്കുന്നതിന്റെ അർത്ഥം ദിസ് സോഴ്സ് വോൾട്ടേജ് മേ വേരി. ഇതെന്ത് ചെയ്യാം, സോഴ്സ് വോൾട്ടേജിന് വേരിയേഷൻ വരാം. അതാണ് ഈ ആരോ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ സി എ കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആർ ഹിയർ, സെനർ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് മോഡ്, ലോഡ് റെസിസ്റ്റൻസ് ആർ. സോ ഹിയർ ഐ ഇസ് ദ ടോട്ടൽ കറന്റ്. ഐ എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിൽ എത്തുമ്പോൾ ഐ ഇസെഡ് സെനർ ഡയോഡിൽ കൂടിയും ഐ എൽ ലോഡ് റെസിസ്റ്ററിൽ കൂടിയും ഒഴുകുന്നു. സോ ദീസ് ആർ ദി ബ്രാഞ്ച് കറന്റ് ഐ ഇസെഡ് ആൻഡ് ഐ എൽ. സോ ദിസ് ഇസ് ദ സർക്യൂട്ട് ഡയഗ്രാം. ഫസ്റ്റ്, സപ്പോസ് ദി സോഴ്സ് വോൾട്ടേജ് ഈസ് ഇൻക്രീസിങ്. നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജ് ആയിരുന്നു, നിങ്ങൾക്ക് 8 വോൾട്ടേജ് കിട്ടിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു, സോഴ്സ് വോൾട്ടേജ് കൂട്ടി. ഇവിടെ ഈ ഒരു മെഷിൽ ഇഫ് യു അപ്ലൈ കിർച്ചോസ് വോൾട്ടേജ് ലോ. എന്താണ് കിർച്ചോസ് വോൾട്ടേജ് ലോ പറയുന്നത്? വോൾട്ടേജ് സോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ്. ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന് തുല്യമായിട്ട് എന്ത് വരണം, വോൾട്ടേജ് ഡ്രോപ്പും വരണം. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 10 വോൾട്ടേജ് നിങ്ങൾ സോഴ്സ് വോൾട്ടേജ് കൊടുത്താൽ ഈ 10 വോൾട്ടേജ് ഈ കമ്പോണൻസിൽ, ഈ സർക്യൂട്ട് കമ്പോണൻസിൽ എന്തായിരിക്കണം, ഡ്രോപ്പ് ആയി പോകണം. അതായത് ഒരു ഭാഗം ആരിൽ ഡ്രോപ്പ് ആകും, ആറിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകണം, ഒരു ഭാഗം സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആകണം. കാരണം ഈ ആറിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം ഈ ഒരു മെഷാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു രീതിയിൽ ഒഴുകി വരുന്ന മെഷാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെനർ ഡയോഡിന് എത്ര ആയിരിക്കുമോ ഡ്രോപ്പ്, അത് തന്നെയാണ് ആർക്ക് വരുന്നത്, ആറിന് അക്രോസ് ആയിട്ട് വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് കിർച്ചോസ് വോൾട്ടേജ്. വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഡ്രോപ്പുകൾക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത് നോക്കാൻ എളുപ്പമാണ്. നിങ്ങൾ നോക്കേണ്ടത് സോഴ്സ് വോൾട്ടേജ് എത്രയും നോക്കുക, എത്ര റെസിസ്റ്റർ അല്ലെങ്കിൽ എവിടെയൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകാൻ സാധ്യത ഉണ്ടെന്ന് നോക്കുക, അവ തമ്മിൽ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ഇപ്പോൾ ഐ ആണ് കറണ്ട്, ആറാണ് റെസിസ്റ്റർ എങ്കിൽ നിങ്ങൾക്കറിയാം ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, IR ആയിരിക്കും. അപ്പോൾ R1 R2 R3 എന്ന് പറയുന്ന 3 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കണം, VS എന്ന് പറയുന്നത് എന്തായിരിക്കാം, I × R1 പ്ലസ് I × R2 പ്ലസ് I × R3. ഇതാണ് നമ്മളുടെ ആര് പറയുന്നത്, കിർച്ചോസ് വോൾട്ടേജ് ലോ പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, VS ആണ് സോഴ്സ് വോൾട്ടേജ്. എവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്യാം, ഒരു ഭാഗം ആറിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യാം, ഒരു ഭാഗം സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്താണ് സെനറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എന്താണ്, VZ എപ്പോഴും ഫിക്സ്ഡ് ആണ്. സെനർ വോൾട്ടേജ് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. പ്രൊവൈഡർ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ് സെനർ വോൾട്ടേജിനോ അതിന് മുകളിലോ ആയിരിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ സെനർ വോൾട്ടേജ് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മാറത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോപ്പ് എന്തായിരിക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആരായിരിക്കും അവിടെ വേരി ചെയ്യുന്നത്, ദ വോൾട്ടേജ് അക്രോസ് ദിസ് ആർ വേരീസ്. അപ്പോൾ സോഴ്സ് വോൾട്ടേജ് കൂടിയാൽ ആര് കൂടും, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ കൂടും. സോഴ്സ് വോൾട്ടേജ് കുറഞ്ഞാലോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ കുറയുകയും ചെയ്യും. അതായത് ഇഫ് യു ഇൻക്രീസ് സോഴ്സ് വോൾട്ടേജ്, അതായത് ഏതെങ്കിലും രീതിയിൽ സോഴ്സ് കറണ്ട് കൂടിയാൽ I × R എന്ത് ചെയ്യും, അവിടെ കൂടുകയും ഈ കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടുകയും സെനർ ഡയോഡിന് അക്രോസ് ആയിട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് നിലനിൽക്കുകയും ചെയ്യും. സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ആർക്ക് അക്രോസ് ആയിട്ട് വരുന്നത്, RL അക്രോസ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് അക്രോസ് RL you will get a constant output voltage even when the source voltage increases. ഇനി സോഴ്സ് വോൾട്ടേജ് കുറഞ്ഞാലോ എന്താ സംഭവിക്കുന്നത്, ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കുറയുകയും അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും, RL അക്രോസ് ആയിട്ട് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുകയും ചെയ്യും. കാരണം വോൾട്ടേജ് കൂടിയാലോ വോൾട്ടേജ് കുറഞ്ഞാലോ സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യത്തില്ല, വേരി ചെയ്യത്തില്ല. സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വേരി ചെയ്യാത്തിടത്തോളം കാലം RL അക്രോസ് എപ്പോഴും നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കേസിലും സോഴ്സ് വോൾട്ടേജ് കൂടിയാലും സോഴ്സ് വോൾട്ടേജ് കുറഞ്ഞാലും ആർക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മാറിക്കോളും, കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മാറിക്കോളും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ RL വളരെ ചെറിയ വാല്യൂ എടുത്താൽ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷനെ ആറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ R എന്ത് ചെയ്തു പോകും, അടിച്ചു പോകും. അതുകൊണ്ട് തന്നെ എടുക്കുന്ന ഈ കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ നല്ലൊരു വാല്യൂ എടുക്കണം, ഇല്ലെങ്കിൽ അതിന് ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വോൾട്ടേജ് സോഴ്സിനുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ നമ്മൾ
എന്ത് ചെയ്യുന്നത്, നള്ളിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് വി ഗെറ്റ് എ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ആർ. അപ്പോൾ വോൾട്ടേജിന്റെ ഫ്ലക്ച്വേഷൻ ആർക്ക് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയി പൊയ്ക്കോളും, ആറിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയി പൊയ്ക്കോളും. മനസ്സിലായി? സോ നെക്സ്റ്റ് നമുക്ക് എന്ത് നോക്കണം, എങ്ങനെയാണ് ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുന്നത്? വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട്. ആറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സോ ദിസ് ദ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ ഞാൻ നോക്കിയേ, ആ ആരോ സിമ്പൽ കളഞ്ഞു. അതിന്റെ അർത്ഥം സോഴ്സ് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. സോഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ല. The source voltage is constant, which means the source current I is always constant. Iക്ക് എന്ത് പറ്റുന്നില്ല, മാറ്റമൊന്നും പറ്റുന്നില്ല, is always constant. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോഡ് റെസിസ്റ്റൻസിന് വേരിയേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഈ I എന്ന് പറയുന്ന കറണ്ട് ഈ ഒരു നോഡിൽ എത്തുമ്പോൾ യൂസിങ് കറണ്ട് ലോ എന്താണ് പറയുന്നത്, കറണ്ട് ലോ എന്താ പറയുന്നത്, ഈ I രണ്ട് ബ്രാഞ്ചിലേക്കും ഡിവൈഡ് ചെയ്യും. ഒന്ന് IZ ആയിട്ടും ഒന്ന് IL ആയിരിക്കും. സോ ദാറ്റ് I മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്, IZ പ്ലസ് IL. I എന്ന് പറയുന്നത് IZ പ്ലസ് IL ആയിരിക്കും. സോ ദിസ് ദി കിർച്ചോഫ്സ് കറന്റ് ലോ. എന്താണ്, ഈ നോഡിലേക്ക് എത്തുന്ന കറണ്ട് ആ നോഡിനെ ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മിന് തുല്യമായിരിക്കും. ഇവിടെ നോഡിലേക്ക് എത്തിയ കറണ്ട് എത്രയാണ്, I ആണ്. നോഡിൽ നിന്ന് ലീവ് ചെയ്ത കറണ്ട് ഏതൊക്കെയായിരുന്നു, IZ ഉം IL ഉം ആയിരുന്നു. സോ ദാറ്റ് I must be equal to IZ plus IL. അങ്ങനെ വരുമ്പോൾ സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് കുറയുന്നു എന്ന് വിചാരിക്കും. യു ആർ ഡിക്രീസിങ് ദി ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ IL എന്ത് ചെയ്യും, കൂടും. IL ഇൻക്രീസ്. IL ഇൻക്രീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, RL അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിട്ട് നിൽക്കണം. ഇനി നിങ്ങൾ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിനെ കൂട്ടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യും, IL കുറയും. അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടണം, RL അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണം. അതായത് ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോഡ് കറണ്ട് കൂടിയാലോ ലോഡ് കറണ്ട് കുറഞ്ഞാലോ RL അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് നിൽക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അതെങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സെനറിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ നമ്മളൊരു IL മിനിമവും IL മാക്സിമവും പറഞ്ഞു. ഈ ഏരിയയിൽ എവിടെ ആയാലും നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആയത് എന്തായിരിക്കും, VZ ആയിരിക്കും. ഈ ഒരു ലീനിയർ പോർഷനിൽ ഈ മിനിമം കറണ്ടിനും ഈ മാക്സിമം കറണ്ടിനും ഇടയ്ക്കുള്ള ഏതൊരു ഫ്ലക്ച്വേഷനിലും വോൾട്ടേജ് എത്ര ആയിരിക്കും, സെനർ വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് ഇതായിരിക്കണം മിനിമം കറണ്ട്, ഇവിടെ ഒന്നും ആയിരിക്കരുത്. ഈ മിനിമം കറണ്ടിനും ഈ മാക്സിമം കറണ്ട് കഴിഞ്ഞാൽ സെനർ ഡയോഡ് ഡെസ്ട്രോയ് ആയി പോകുന്നു എന്നർത്ഥം. ഈ മിനിമം കറണ്ടിനും ഈ മാക്സിമം കറണ്ടിനുള്ള ഈ ഒരു പോർഷനിൽ എവിടെ ആയാലും സെനർ വോൾട്ടേജ് എന്തായിരിക്കും, സെയിം വോൾട്ടേജ് ആയിരിക്കും. ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സെനർ ഡയോഡ്. അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ, സപ്പോസ് യു ആർ ഡിക്രീസിങ് ദി ലോഡ് റെസിസ്റ്റൻസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. എന്ത് സംഭവിക്കും, ലോഡ് കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലോഡ് കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ സിൻസ് I ഈസ് കോൺസ്റ്റന്റ്, I കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ IL കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആര് കുറയണം, IZ കുറയണം. ഓക്കെ, I കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു, RL കുറച്ചു, അതുകൊണ്ട് ലോഡ് കറണ്ട് കൂടി. അപ്പോൾ IZ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ, കുറഞ്ഞേ പറ്റൂ. അപ്പോൾ നേരത്തെ നിന്ന IL ഇവിടെ ആയിരുന്നു, ഇപ്പോൾ IL കുറഞ്ഞ് ഇവിടെ എത്തി. ഈ ഒരു ഡിക്രീസ് ആർക്ക് വന്നു, IZ വന്നു. ക്ലിയർ ആണ് സംഭവിച്ചത്. നമ്മൾ RLനെ കുറച്ചു, RL കുറഞ്ഞ സമയത്ത് IL കൂടി. സിൻസ് ബിക്കോസ് ഓഫ് കറന്റ് ലോ I ഈക്വൽ ടു IZ പ്ലസ് IL ആയതുകൊണ്ട് IL കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആര് കുറഞ്ഞേ പറ്റൂ, IZ കുറഞ്ഞേ പറ്റൂ. കാരണം I എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നേരത്തെ ഇവിടെ നിന്ന് IZ കുറഞ്ഞ് എവിടെ എത്തി, ഇവിടെ എത്തി. നിങ്ങൾ നോക്കുക, ഈ രണ്ട് പോയിന്റിലും വാട്ട് ഈസ് VZ ഈസ് കോൺസ്റ്റന്റ്. IZ കുറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴും VZ എത്ര തന്നെയാണ്, ആ വോൾട്ടേജിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ IZ കുറഞ്ഞ് എവിടെ ആകരുത്, ഈ പോയിന്റിലൊന്നും ആകരുത്, ഈ മിനിമത്തിന് താഴെ പോകരുത്. എങ്കിലെന്താകും, ഫ്ലക്ച്വേഷൻ വരും, VZ ഫ്ലക്ച്വേഷൻ വരും. പക്ഷെ ഈ IZ കുറഞ്ഞ് ഇതുവരെ പോകാം, ഈ ഒരു പോയിന്റ് വരെ പോകാം. ആ പോയിന്റ് വരെയും VZ എന്തായിരിക്കും,
ഫിക്സ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഞാനിത്തിരി മാറ്റി വരച്ചിരിക്കുന്നത് ഈ പോയിന്റ് ആണ് വരുന്നത്. ഈ പോയിന്റിലെല്ലാം എന്തായിരിക്കും? വി ഇസെഡ് സെൻട്രൽ വോൾട്ടേജ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആരെ എഫക്ട് ചെയ്യുന്നില്ല? വോൾട്ടേജ് അക്രോസ് സെൻട്രൽ ഡയോഡിനെ എഫക്ട് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കേസ്, ഇഫ് യു ഇൻക്രീസ് ലോഡ് റെസിസ്റ്റൻസ്, നിങ്ങൾ RLനെ കൂട്ടി, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? IZ കൂടണം അല്ലേ? അപ്പം RL കൂടിക്കഴിഞ്ഞാൽ ആര് കുറയും? IL കുറയുകയും IZ എന്ത് ചെയ്യേണ്ടി വരും? കൂടേണ്ടി വരും. കാരണം I കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഇവിടെ ആയിരുന്നു നേരത്തെ IZ നിന്നത്, കൂടി ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിച്ചു. അവിടെയും VZ എന്ത് തന്നെയാണ്? ഇറ്റ്സ് കോൺസ്റ്റന്റ്. അതായത് ഈ ലീനിയർ പോർഷൻ എവിടെ വന്നാലും VZ എന്താണ്? കൂടുതൽ. VZ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പം ഇൻ ദിസ് വേ യു ആർ ഗെറ്റിംഗ് a constant output voltage across Zener diode when the load resistance increases or load resistance decreases. Load resistance increase ചെയ്യുമ്പോൾ IL കുറയുകയും IZ ൽ കൂടി കൂടുതൽ കറണ്ട് ഒഴുകുകയും ചെയ്യും. പക്ഷേ സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് സെനർ ഡയോഡിൽ കൂടി എന്ത് കറണ്ടിന്റെ ഫ്ലക്ച്വേഷൻസ് വന്നാലും സെനർ ഡയോഡിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? സെനർ വോൾട്ടേജ് ആയിരിക്കും, പ്രൊവൈഡഡ് ആ വേരിയേഷൻ ഇതിനിടയിൽ നിൽക്കണമെന്ന് മാത്രം. കറണ്ടിന്റെ വേരിയേഷൻ ഈ രണ്ട് പോയിന്റ് ഇടയിൽ നിൽക്കണം. തീരെ കുറയാനും പാടില്ല, തീരെ കൂടാനും പാടില്ല. അപ്പോൾ RL ലോഡ് റെസിസ്റ്റൻസ് കൂട്ടി IL കുറച്ചാൽ ആര് കൂടും? IZ കൂടും. വോൾട്ടേജ് ആ സമയത്തും കോൺസ്റ്റന്റ് ആകും. ഇനിയും RL കുറച്ചാൽ എന്താ സംഭവിക്കുന്നത്? IL കൂടും, IZ കുറയും. അപ്പോഴും സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? സെനർ വോൾട്ടേജ് ആയിരിക്കും. So in this way Zener diode acts as a voltage regulator under these two conditions. മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നപ്പോൾ കൂടുതലും അല്ലെങ്കിൽ ആ കുറഞ്ഞ ഡ്രോപ്പ് ആറിനെ അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയി കോമ്പൻസേറ്റ് ചെയ്തു, ആറിനെ അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയി കോമ്പൻസേറ്റ് ചെയ്തു. രണ്ടാമത്തെ കേസിൽ കൂടിയ കറണ്ട് അല്ലെങ്കിൽ കൂടിയ കറണ്ടോ കുറഞ്ഞ കറണ്ടോ സെനർ ഡയോഡിൽ കൂടി ഒഴുകി കോമ്പൻസേറ്റ് ചെയ്യിപ്പിച്ചു. കാരണം സെനർ ഡയോഡിൽ കൂടിയുള്ള കറണ്ട് എങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്താലും സെനർ വോൾട്ടേജ് റിമെയിൻസ് ഫിക്സ്ഡ് അറ്റ് സെനർ വോൾട്ടേജ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ പഠിക്കണം, ദ വോൾട്ടേജ് റെഗുലേറ്റിംഗ് ഫാക്ടർ. So this is the expression to find out voltage regulation factor of a Zener diode circuit. Zener diode എത്ര നന്നായിട്ട് വോൾട്ടേജ് റെഗുലേറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേഷൻ പ്രോസസ്സ് ചെയ്യുന്നു എന്നതിന്റെ ഒരു ക്രൈറ്റീരിയ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. So the formula is V output no load minus V output full load divided by V output full load. V output no load minus V output full load divided by V output full load. ഇത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നോ ലോഡ് മീൻസ് നോ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഇത് വരാം, കോൺസെപ്റ്റ് നിങ്ങൾക്ക് വരാം. അത് തെറ്റാണ്. നോ ലോഡ് മീൻസ് നോ കറണ്ട് എന്നാണ് അർത്ഥം. നിങ്ങളുടെ നോ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോ കറണ്ട് എന്ന് വേണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അല്ലാതെ അത് എന്തല്ല, നോ റെസിസ്റ്റൻസ് അല്ല. നോ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ഈ സർക്യൂട്ടിൽ ലോഡിൽ കൂടി നോ ലോഡ് എന്ന് പറഞ്ഞാൽ നോ കറണ്ട്, നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നില്ല? കറണ്ട് കിട്ടുന്നില്ലെന്നാണ് അർത്ഥം. അതായത് ഈ RL എന്തായിരിക്കണം? ഹൈ റെസിസ്റ്റൻസ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? നോ ലോഡ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ നോ ലോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ് ഹൈ കൊടുത്തുകൊണ്ട് എത്രയായിരിക്കണം ഔട്ട്പുട്ട് വോൾട്ടേജ്? അതായിരിക്കും V ഔട്ട്പുട്ട് നോ ലോഡ്. ഇനി നിങ്ങൾ പറഞ്ഞ വാട്ട് ഇസ് ഫുൾ ലോഡ്? ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെസിസ്റ്റൻസ് എന്നല്ല, ഫുൾ കറണ്ട്. അതായത് എപ്പോഴായിരിക്കും ഫുൾ ലോഡ് എന്ന് പറഞ്ഞത്? ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കറണ്ട് എന്നാണ് അർത്ഥം. അത് എപ്പോൾ വരും? when the resistance is minimum. റെസിസ്റ്റൻസ് മിനിമം വരുമ്പോൾ, ഈ RLന്റെ വാല്യൂ മിനിമം വരുമ്പോഴാണ് ഈ സർക്യൂട്ടിൽ കൂടി എന്ത് ഒഴുകുന്നത്? കൂടുതൽ ലോഡ് കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഫുൾ ലോഡ് മീൻസ് ഫുൾ കറണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ശ്രദ്ധിക്കുക, V ഔട്ട്പുട്ട് നോ ലോഡ് എന്ന് പറഞ്ഞാൽ നോ കറണ്ട്, ഫുൾ റെസിസ്റ്റൻസ് എന്നാണ് അർത്ഥം. V ഔട്ട്പുട്ട് ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കറണ്ട്, മിനിമം റെസിസ്റ്റൻസ് എന്നാണ് അർത്ഥം. തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ലേബൽ ചെയ്യുമ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്. V ഔട്ട്പുട്ട് നോ ലോഡ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ റെസിസ്റ്റൻസ് കൊടുത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുക. V ഔട്ട്പുട്ട് ഫുൾ ലോഡ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക? മിനിമം റെസിസ്റ്റൻസ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുക. ദെൻ ഡിവൈഡഡ് ബൈ V ഔട്ട്പുട്ട് ഫുൾ ലോഡ്. So V output no load minus V output full load by V output full load. This will give you voltage regulation factor.
ഇനിയും എപ്പോഴായിരിക്കും ഈ വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ ഹൈ ആകുമ്പോഴാണോ വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ ലോ ആകുമ്പോഴാണോ സെനർ ഡയോഡ് നല്ല ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് എന്ന് പറയാൻ സാധിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞു തരിക എനിക്ക് അടുത്ത സെഷനിൽ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ അസൈൻമെന്റ് ഇടുക. വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ. സോ ദിസ് ആർ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് റെഗുലേഷൻ ഫാക്ടർ. വി ഔട്ട്പുട്ട് നോ ലോഡ് മൈനസ് വി ഔട്ട്പുട്ട് ഫുൾ ലോഡ് ഡിവൈഡ് ബൈ വി ഔട്ട്പുട്ട് ഫുൾ ലോഡ്. ഇത് ഹൈ ആകണമോ ലോ ആകണമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇഫ് യു വാണ്ട് ടു സേ ദ വോൾട്ടേജ് റെഗുലേഷൻ വിൽ ബി ബെറ്റർ, അത് എപ്പോഴാണ് വോൾട്ടേജ് റെഗുലേഷൻ നല്ല രീതിയിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞിരിക്കുക. ഇത് ഹൈ വാല്യൂ ആയിരിക്കണമോ ലോ വാല്യൂ ആയിരിക്കണമോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യം സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഓൾ.